വെളിയിലുള്ള ടൂറിസ്റ്റിനും ഫോറിനേഴ്സിനും ഈവൻ അടുത്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ജില്ലക്കാർക്കൊക്കെ അറിയാം. അവർ പറയുമ്പോൾ ആ ക്ഷേത്രം, ഈ സ്ഥലം, അത് നമ്മളിതൊക്കെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുക, ക്ഷേത്ര നഗരി, എത്ര ക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള ചരതീർത്ഥവും അചരതീർത്ഥവും ഒക്കെ ഉണ്ടാകുന്ന ഈ സ്ഥലത്ത് ഈ വിശ്വാസം കൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആരാണെന്നും നമുക്ക് അന്വേഷിക്കുന്ന ശാന്തിയും സുഖവും ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടാനായിട്ടാണ് നമ്മളുടെ അർജുനൻ നമുക്ക് വേണ്ടി അദ്ദേഹത്തോട് ചോദിക്കുന്നത് വളരെ രസമായിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി, ഇനി അങ്ങ് എന്നോട് പറയണം, ഇത്രയും വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അങ്ങയുടെ വിഭൂതികളൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് മാധവ എന്നൊക്കെ പറയുമ്പം കൃഷ്ണൻ പറയാണ്, വിഭൂതികൾ അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നൊന്നുമല്ല, എണ്ണമില്ലാത്തതാണ് എൻ്റെ വിഭൂതികൾ. വിഭൂതി എന്ന് വെച്ചാൽ ഞാൻ ഭസ്മം വിചാരിക്കരുത് കേട്ടോ. ഗ്ലോറി, മഹിമ, ഫീച്ചേഴ്സ്, അല്ല എക്സ്പീരിയൻസ് ആവാൻ നമ്മളെ സഹായിക്കുന്ന പല മോഡുലേഷൻസ്, ഇതിനൊക്കെയാണ് വിഭൂതി എന്ന് പറയുന്നത്. സോ ദെൻ ഭഗവാൻ അത് പറഞ്ഞിട്ട് ഇദ്ദേഹത്തോട് സംസാരിക്കുവാണ്. അഹമാത്മാ ഗുഡാകേശ, ഈ പദം ശ്രദ്ധിക്കണം കേട്ടോ. അഹമാത്മാ ഗുഡാകേശ. ഗുഡാകേശ എന്ന് വെച്ചാൽ ഉറക്കത്തെ ജയിച്ചവനെ. ഇവിടെ ഇരുന്നിട്ടുള്ള ഉറക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിനും അപ്പുറത്തേക്ക് ഉറക്കത്തെ ജയിച്ചവനെ. ഉറക്കം തമസിന്റെ ലക്ഷണമാണ്, തമോ ഗുണം. അതായത് ക്ഷീണം, മടി, പ്രശ്നം, അലസത. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം അത് പോയിട്ട് പൂർണ്ണമായും സ്വാത്വികതയും ജ്ഞാനവും താല്പര്യവും സേവനവും ആധ്യാത്മികതയിലും ജീവിതം ഈ തിന്നലും കുടിക്കലും ഉറങ്ങലും മാത്രമല്ല. യുനോവാ കൃഷ്ണ സാർ, എന്നോടൊന്നും തോന്നരുത്, എല്ലാം കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ആചാര്യന്മാർ കുറെ രക്ഷപ്പെടും. ഹിസേ ഈ തിന്നാനും കുടിക്കാനും ഉറങ്ങാനൊക്കെ ആണെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അത് പന്നിയും പട്ടിയും ചെയ്യുന്നുണ്ട് അർജുനാണ്. ഹിസേ തിന്നാനും കുടിക്കാനും വേറെയും പറയുന്നുണ്ട്, കിടന്നുറങ്ങാനൊക്കെ ആണെങ്കിൽ നീ മനസ്സിലാക്കണം, അത് പന്നിയും പട്ടിയും ചെയ്യുന്നുണ്ട്. നീ അതിനല്ല എന്തായാലും തോന്നണം, ഇനിയെങ്കിലും നമ്മൾ അതിനല്ല. ഇത് എല്ലാവരോടും അല്ലായിട്ടാ പറയുന്നത്, ഇത് കേൾക്കാൻ അർഹരും ബാധ്യസ്ഥതയും യോഗ്യതയും ഉള്ളവരോടാണ് പറയുന്നത്. നമ്മൾ അതിനല്ല. പിന്നെ എന്തിനാ സാറ് ചോദിക്കണം? ആ ചോദ്യമാണ് നമുക്കോ പറ്റൂല, അതുകൊണ്ട് അർജുനൻ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിവിടെ നെറേറ്റ് ചെയ്യുന്നത്. ഇത്രയും നെറേഷൻ ഉണ്ടായിരിക്കുന്ന വേറെ ഒരു മഹത് ഗ്രന്ഥമില്ല. ബൈബിളിന്റെ ഒക്കെ ഒരുപാട് പതിപ്പുണ്ട്, പക്ഷെ ഭഗവത്ഗീതയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നെറേറ്റ് ചെയ്തിരിക്കുന്നത്. ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബാക്കിയുള്ള മതഗ്രന്ഥങ്ങളും സ്വാതന്ത്ര്യം പോലും ഇല്ല കേട്ടോ. എന്തെങ്കിലും പറഞ്ഞ പ്രശ്നമാണ്, അറിയാലോ. കൃഷ്ണൻ തന്നെ ഒരു സ്വാതന്ത്ര്യം നോക്കി, അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മം തന്നെ സ്വാതന്ത്ര്യം നോക്കിയേ. അതായത് നീ എന്ത് വേണമെങ്കിലും പറ, കാര്യം എന്താണ് അത് എന്നുള്ളത് അറിഞ്ഞവർക്ക് അറിയാലോ. ആ വിശ്വാസമാണത്. ബാക്കിയുള്ളവർക്ക് അത് ഇല്ലാന്ന് തോന്നുന്നു, അതല്ലേ അവർ പേടിക്കുന്നത്. ഇതിന് പേടിയില്ലെന്ന്, പേടിയുണ്ടാവില്ല. ഏതൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏകവിജ്ഞാനം, സർവവിജ്ഞാനം. ഒരിക്കലൊരു പ്രവാചകൻ, ഒരു സെയിന്റിന്റെ വീട്ടിൽ ഒരു എത്തിസ്റ്റ്, ഒരു നിരീശ്വരവാദി പോയി. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ബുക്കൊക്കെ ഉണ്ട് അവിടെ, അദ്ദേഹത്തിന്റെ കസ്റ്റമറുകളൊക്കെ ആയിരിക്കാം, ഇങ്ങനെ അട്ടി വെച്ചിരിക്കുവാണ്. അപ്പൊ അദ്ദേഹം മേലെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ബുക്ക് ഉണ്ട്. നമുക്ക് പ്രിയമുള്ള നമ്മുടെ ബുക്ക് ഏറ്റവും മേലെയാണല്ലോ സ്വാമി വെച്ചിരിക്കുന്നത്. നോവാ സ്വാമി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിയിലുള്ള ബുക്ക് അങ്ങോട്ടേക്ക് വലിച്ചിട്ടപ്പോൾ മേലെയുള്ളതെല്ലാം വീണു. അപ്പൊ അടിയിലുള്ള ബുക്ക് എടുത്ത് കാണിച്ചു, അതാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേലെയാണ്. പറയൂ, ഈ ബുക്ക് ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? അറ്റ്ലീസ്റ്റ് നല്ലത് തന്നെ ഉണ്ടെങ്കിൽ വായിക്കണം. ഉണ്ടായാൽ മാത്രം പോരാ, ഒരു ശ്ലോകമെങ്കിലും ഒരു പ്ലീസ് ഇന്നൊരു ശബ്ദമായിട്ട് എടുക്കണം. ഒരു ശ്ലോകമെങ്കിലും വായിക്കണം. എത്ര മിനിറ്റ് വരും? അറ്റ്ലീസ്റ്റ് എത്ര മിനിറ്റ് വരും? ഒരു ശ്ലോകമെങ്കിലും വായിക്കണം. കേറാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക ആർക്കെങ്കിലും. വീട്ടിൽ കൂടലിനൊക്കെ പോകുമ്പോൾ ഒരു നല്ല രസമായിട്ട് പോയിട്ട് ഒരു ഭഗവത്ഗീത ഗിഫ്റ്റെങ്കിലും കൊടുക്കും. ബാക്കിയെല്ലാ ആൾക്കാർക്കൊക്കെ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ സാധനമൊക്കെ വാങ്ങിക്കുന്നു. അപ്പൊ ഞാൻ ഈ പുസ്തകം വായിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ശ്ലോകങ്ങൾ സംസ്കൃതം പഠിച്ചിട്ടുമില്ല. പക്ഷെ എന്തോ ആൾക്കാർ പറയുമ്പോൾ അവർക്ക് അത് ഇഷ്ടമാവും, അനുഭവം ഉണ്ടാവും, അവരത് കേട്ട് വല്ലതൊക്കെ ചെയ്യും. ഞാനും ഫോറിനിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ബർദുബായി, അവിടെ ഒരു ലേഡി, അവിടെ ഒരു അമ്പലമുണ്ട് കൃഷ്ണന്റെ, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അവിടെ. ഐ മീൻ അമ്പലത്തിലൊരു നോർത്ത് ഇന്ത്യൻ വന്ന് ഒരുപാട് പേരുണ്ട് അവിടെ. അവരെനിക്ക് വേണ്ടി പറയാണ്, സർ പ്ലീസ് ഗിവ് യുവർ അഡ്രസ്. അത് എന്തിനാണെന്ന് അറിയുന്നില്ല. നോ വി വോണ്ട് യുവർ അഡ്രസ് എന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സൊക്കെ കൊടുത്തു. പറയുന്നത് വിൽ കൊറിയർ യു സംതിങ്. അപ്പം ഞാൻ ഏത് അഡ്രസ്സാണെന്ന് ചോദിച്ചപ്പോൾ നാട്ടിലെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള എടുക്കുന്നൊക്കെ അവർക്ക് ഇവർ ചോദിച്ചത് ഈ പേയ്മെൻ്റ് ഒക്കെ ഞാൻ കാശൊന്നുമില്ല, ദിറംസാണ് അവിടെ, ഞാൻ കൊടുത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു നോ യു ഡോണ്ട് ഗിവ് മണി, വിൽ ഗിവ് യു ദാറ്റ്, വിൽ കൊറിയർ യു എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോയി. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം, ആഴ്ചകൾക്കൊക്കെ ശേഷം എൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാം ഒരു കൊറിയർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്,
ഞാൻ എന്താണ്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല തടിയുണ്ട്. ഞാൻ എന്തെങ്കിലും അഡ്രസ്സ് കറക്റ്റ് തന്നെയാണ്. അതെ, അപ്പോൾ ഞാൻ ലീവിന് വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും തുറക്കണ്ട, ഞാൻ വന്നിട്ട് തുറന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഒക്കെ വന്ന് ഭയങ്കര താല്പര്യമായിരുന്നു ആ ഗിഫ്റ്റ് കിട്ടി ആ കൊറിയർ കവറൊന്ന് തുറക്കാൻ വേണ്ടി. ഞാൻ വലിയ എന്തോ സാധനം ആരെങ്കിലുമൊക്കെ അയച്ചായിരിക്കും എന്നൊക്കെ വെച്ചിട്ട് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഉള്ള ബോധം പോയി. ആ ബോധം പോകാൻ കാരണമായിട്ടുള്ള ബുക്കായിരുന്നു ഈ ശ്രീമദ് ഭഗവത്ഗീത. സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചല്ല എന്നർത്ഥം. ആ അമ്പലത്തിൽ പോയ പിന്നെ ഞാൻ ഈ ക്ഷേത്രങ്ങളിലും ഗുരുദേവൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ നെറേറ്റ് ചെയ്യാൻ എടുക്കുന്നു. ഓഫ്കോഴ്സ് ഗുരുദേവ് ശിഷ്യ രവിശങ്കർ ഉണ്ടെങ്കിലും മലയാളത്തിൽ ഇവൻ അവർ മലയാളത്തിലെ കാര്യം ഓർഡർ ചെയ്തിട്ട് എനിക്കത് പറ്റി എന്നുള്ളതാണ്. ഇപ്പം ആ സാധനം എത്ര പേർക്ക് ഉപകാരപ്പെട്ടെന്നാണ്. ഇറ്റ് ടുക്ക് ഇയേഴ്സ്. 15 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യമാണ്. വർഷങ്ങളെടുത്തെങ്കിലും പൊടിതട്ടി ഞാൻ എടുത്തു. ഇതിപ്പോൾ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ. സോ മൈ പോയിന്റ്, വാങ്ങിക്കേട്ടോ, എന്തായാലും വാങ്ങിക്കണം, എന്തായാലും വായിക്കണം, എന്തായാലും ഗിഫ്റ്റ് കൊടുക്കണം. അതൊന്നൊരു ചെലവല്ല, അതെല്ലാം ഒരു പങ്കുവെക്കലാണ്. സനാതന ധർമ്മത്തിൻ്റെ കൈയും കാലുമായി മാറ്റാൻ ഗുരുദേവോ നമ്മുടെ കൃഷ്ണനൊക്കെ തന്നിരിക്കുന്ന ഒരു ചാൻസാണ്. ഹരിക്ക് ഹസാരോ ഹാത്ത് എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ 1000 കൈകളായിട്ട് നിങ്ങളെല്ലാം പ്രവർത്തിക്കണം. ആ 1000 കൈയുടെ വിഭൂതികളാണ് ഇനി വിശ്വരൂപ ദർശന യോഗത്തിലേക്ക് കടക്കും മുമ്പേ ഭഗവാൻ പറയാൻ വേണ്ടി കേൾക്കേണ്ടതെല്ലാം. അഹമാത്മ അഹം ആദ്യം അനന്തം. ഞാനീ പറയാനും നീ ചോദിക്കാനൊക്കെ പോന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ചെവി കൊണ്ട് കേട്ടോ കണ്ണുകൊണ്ട് കണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പിടിച്ചെടുക്കാനോ പറ്റാത്ത അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒന്നാണ്. അഹമാദ്യം, ഞാനാണ് ആദി, ഞാൻ അനന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനന്തവുമില്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ എൻ്റെ ഇത് പറയാ? പറയണ എനിക്കത് കേട്ടാ കൊള്ളാം, അങ്ങോട്ട് എനിക്ക് പ്രിയം വർദ്ധിക്കുവാൻ കേശു കേശു. ഭയങ്കര രസമാണ് ഈ ശ്ലോകങ്ങളാണ്, ഇതെല്ലാം ശ്ലോകങ്ങളാണ്. എനിക്ക് അങ്ങയുടെ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു പ്രിയം വർദ്ധിക്കുവാണ്. ഒന്ന് പറഞ്ഞു തരണം അങ്ങയുടെ ഗ്ലോറി, അങ്ങയുടെ മഹിമ. ശരിക്കും അങ്ങ് ആരാണ്? ഞാൻ ഇതുവരെ സുഹൃത്തായും എൻ്റെ കൂടെ നടന്ന ഒരാളൊക്കെ ആയിട്ടാണ് കണ്ടത്. പക്ഷെ ഞാൻ ഇത് കേൾക്കുമ്പോഴും അറിയുമ്പോഴും അടുക്കുമ്പോഴൊക്കെ അങ്ങനെ കൂടുതൽ ആഴവും അകലവും വർദ്ധിക്കുവാണല്ലോ. പക്ഷെ ഒരിക്കലും അങ്ങയിലേക്കുള്ള വിരസത തോന്നില്ല, ആകർഷണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ അങ്ങനെയാണ്. നമുക്കൊരിക്കലും മടുക്കില്ല, ഭയങ്കര ഉത്സാഹമായിരിക്കും, സന്തോഷമായിരിക്കും, അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. ഉണ്ടാവുന്നില്ല നിങ്ങൾക്കും? എന്നെ പിന്നെ ഇതൊന്നും കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. യെസ് നോ? വിഭൂതിയും വിശ്വരൂപവും എനിക്ക് ചോദിച്ചല്ലോ, അതാണ് ചോദിക്കണം കേട്ടാ. അതുകൊണ്ട് കൃഷ്ണൻ പറയാണ് എനിക്ക് അതിനുള്ള കൃഷ്ണൻ ഞാൻ ചോദിച്ചു നീ പറയാനൊന്നുമല്ല, വീണ്ടും ശരണമൊക്കെ പ്രാപിച്ചു എനിക്കതിൻ്റെ യോഗ്യത ഉണ്ടെങ്കിൽ കേട്ടാ. അതുകൊണ്ട് ഇവിടെ ശരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നമസ്കരിച്ചിട്ടെങ്കിലും പോയി കിടക്കണമെന്ന്. പൂർണ്ണമായിട്ടൊക്കെ കേൾക്കാൻ പറ്റില്ല. ശരണാഗതനായാലും കുഴപ്പമില്ലെന്ന് സാഷ്ടാംഗമായിട്ടൊന്ന് ഭഗവാനെ ഒന്ന് പ്രണമിച്ചിട്ട് വേണം ഇന്ന് കിടക്കാൻ വേണ്ടി. യെസ്, ഞാൻ കാണുമൊന്നുമില്ല, ചെയ്യൂ. സോ ഭഗവാൻ പറയാണ് ഇവിടെ ഭയങ്കര രസമായിട്ട്, ഓ നീ ചോദിച്ചില്ലോ അതുകൊണ്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ പറയായിരുന്നില്ല. ഇതാണ് അതിന്റെ വേറൊരു അർത്ഥം. അതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ വിഭൂതികൾക്ക് കയ്യും കണക്കൊന്നുമില്ല, ബട്ട് നീ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ആക്ച്വലി ഞാൻ ആരാണ്, അല്ലെങ്കിൽ എത്രമാത്രം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ 10ാമത്തെ ചാപ്റ്റർ, ഞാൻ അതിൻ്റെ ഒരു സംഗ്രഹമാണ് ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ഈ വിഭൂതി യോഗത്തിലേക്ക് പോകുന്നത്. അദ്ദേഹം പറയാണ് ആദിത്യാനാം രവിരംശുമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിത്യന്മാരിൽ, അതായത് 11 സൂര്യാസൻ, അതിൽ രവി സൂര്യൻ ഞാനാണ്. അതുപോലെ നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ഞാനാണ്. ഇന്ന് ഫുൾ മൂണാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു സാരം ഇതാണ്: എന്തൊക്കെ നമ്മൾ ഇവിടെ കാണുന്നുവോ കേൾക്കുന്നുവോ അതിൻ്റെ എല്ലാം ഒരു സുപ്രീം ഐറ്റം ഉണ്ടാവുമല്ലോ, ഒരു പ്രീമിയം ഐറ്റം. യെസ്, അത് ഞാനാണെന്ന് പറയുന്നത്. ഭയങ്കര താല്പര്യമാണ് കേട്ടോ, ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. ഈ താല്പര്യത്തിൻ്റെ അർത്ഥം ഇതാണ്, രസമാണ്. ഹി സേസ് ഭൂമാവേ സുഖം നാൽപ്പേത് സുഖമസ്തു. വലിയ വസ്തുവിലാണ് ആനന്ദം ഇരിക്കുന്നത്, ഒരിക്കലും എവിടെയല്ല, ചെറിയ വസ്തുവിലല്ല. ബട്ട് മൈൻഡ് എപ്പോഴും എന്തിലാണ്? ചെറുതിലാണ്. അതുകൊണ്ട് ഈശ്വരൻ ബ്രഹ്മമാണ്, സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മം, ഇൻഫനൈറ്റ് വാസ്റ്റ് കോൺഷ്യസ്നെസ്. അതുകൊണ്ട് മനസ്സ് മെല്ലെ ചെറുതെന്ന് എന്തിലേക്ക് തിരിക്കണം? വലുതിലേക്ക് തിരിക്കണം. അങ്ങനെ വലുതിലേക്ക് തിരിക്കുന്നതെന്ന് വിളിക്കുന്നവരാണ് ബ്രഹ്മചാരി. ഇവിടെ ഇരിക്കുകയാണെന്ന് പറയാം, അതൊക്കെ പണ്ടേ പോയി സാറേ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മത്തിൽ ചരിക്കുന്നവനാണ് ബ്രഹ്മചാരി. ബ്രഹ്മം മീൻസ് ഭഗവാൻ, മഹാവിഷ്ണു, ദാറ്റ് ഇൻഫിനൈറ്റ്. ചാരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തോളൂ. ആരാണോ ബ്രഹ്മത്തിൽ ചാരി നിൽക്കുന്നത്, ബ്രഹ്മത്തിൻ്റെ സപ്പോർട്ട് ആരാണോ എടുക്കുന്നത്, അവനാണ് യഥാർത്ഥത്തിലുള്ള സീക്കർ. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് കുറച്ച് മനസ്സിനെ ഒന്ന് വലുപ്പത്തിലേക്ക് കൊണ്ടുവരും. ഈവൻ യോഗസൂത്രമൊക്കെ പറയും, ശിഷ്യന്മാർ ചോദിക്കും, ഇതാണ് ഇതൊക്കെ ഭയങ്കര ഉപനിഷത്തുക്കളാണ്, ചോദിക്കും
അങ്ങനെ ചാടി നിന്ന് സപ്പോർട്ട് എടുത്തതിനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ കിട്ടാൻ വേണ്ടി പോകുന്നത്? പ്രത്യേകിച്ച് മലയാളികളാണെന്ന് തോന്നുന്നു ആ ശിഷ്യന്മാരൊക്കെ. എന്തെങ്കിലും കാര്യം അറിഞ്ഞാലേ ചെയ്യുള്ളൂ. കണ്ടില്ല മറ്റുള്ള സംസ്ഥാനക്കാരൊക്കെ അവർ കാര്യം ജോലി ഉണ്ടോ ചെയ്യും. കാം ദോ എന്ന് പറയുള്ളൂ. നമ്മൾ പൈസ ദോ എന്ന് പറയുള്ളൂ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ മലയാളികൾ? സോ യു നോ വാട്ട് യോഗസൂത്ര ചോദിക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ, ഓക്കെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ ഇപ്പം ഞാൻ ഋഷി പതഞ്ജലി അടക്കം പറയുന്നുണ്ട്. ഇതെല്ലാം ഒന്നാണ് കേട്ടോ. ആകാശ പ്രതിതന്തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛ. വീഴുന്ന എല്ലാ ജലവും പല ജലാശയങ്ങളിലും വീണിട്ട് എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത്, അതുപോലെ ആരെ പ്രാർത്ഥിച്ചാലും എന്നിലേക്ക് വരുന്നത് പോലെയാണ്. ചോദിക്കുവാണ് ഇതുകൊണ്ട് ഇപ്പൊ എന്താ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ പറയണം ബ്രഹ്മചര്യ പ്രതിഷ്ഠായം വീര്യലാഭ. ശ്രദ്ധിച്ചോളും, നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യകർമ്മ അല്ലെ സംഭവങ്ങളിലൊക്കെ ഒന്നും അത്രമാത്രം യശസ്സും കീർത്തിയും സക്സസ് ഒന്നും ആവുന്നില്ലെങ്കിൽ എവിടെയോ നമ്മുടെ ശ്രദ്ധ ഫോക്കസ് മാറുന്നതിന് ലക്ഷ്യമാണ് അത്. അതുകൊണ്ട് കുറച്ചൊന്നും ഉറക്കട്ടെ നമ്മുടെ ഉള്ളിൽ ആ വലുതിനോടുള്ള ഇഷ്ടം. ആ വലുത് ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഇതാണ് കേട്ടോ അങ്ങോട്ട് വരുമൊന്നുമില്ല. വില്ലിങ്നെസ് ടു നോ ദ അൺനോൺ. ആ അറിയാത്ത ഒന്നിനെ അറിയാനും കേൾക്കാനും അനുഭവിക്കാനുള്ള ആ താല്പര്യം. ഫ്രം ഫൈനൈറ്റ് ടു ഇൻഫൈനൈറ്റ്, ഫ്രം നോൺ ടു അൺനോൺ. മനസ്സിലാവുന്നു? അതായത് എനിക്ക് ഇതൊക്കെ അറിയാന്ന് പറഞ്ഞെടുക്കുന്നു, അയ്യോ ഇതൊക്കെ എനിക്ക് അറിയില്ല കേട്ടാ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ആണല്ലേ, അതിനപ്പുറമായിട്ട് എന്തൊക്കെയോ ഉണ്ട് എന്നറിയാൻ ശിഷ്യൻ കാണിക്കുന്ന ആ ആറ്റിറ്റ്യൂഡ്. ലൈക്ക് ഇപ്പം നിങ്ങളുടെ മുഖത്തും കണ്ണിലൊക്കെ ഉണ്ടാവുന്ന ഇതാണ് എപ്പോഴും ശ്രദ്ധ. ഈ ശ്രദ്ധ ഇപ്പം ഇവിടെ മാത്രം പാടില്ല, അതെന്താവണം. then he will get ഭഗവാൻ. so he said ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആർക്കാണോ ആ ശ്രദ്ധ ഉണ്ടാവുന്നത്, അല്ലാണ്ട് എല്ലാവർക്കും അല്ല, he will get that wisdom. അപ്പൊ അത്യാവശ്യം ശ്രദ്ധയും ഒക്കെ വന്നുവല്ലേ, വിശ്വാസവും ഭക്തിയെല്ലാം. യെസ് നോ? പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന. കൃഷ്ണൻ പറയാൻ എന്നെ അറിയാൻ, എൻ്റെ വിഭൂതികളെ അറിയാൻ, എൻ്റെ വിശ്വരൂപം കാണാനുള്ള ഒരു ക്വാളിറ്റി ഭക്തിയാണ് എൻ്റെ മേലെ. ആ ഭക്തി ഉണ്ടാവുന്നത് ഭയങ്കര ബുദ്ധി അല്ലെ, ഭയങ്കര ഇന്റലിജൻസ്, ഷാർപ്നെസ്, ഇതൊന്നുമല്ല. മനസ്സിലാണല്ലോ ഭക്തിയുടെ ലക്ഷണം? ഇന്നോസെൻസി. കണ്ടിട്ടില്ലേ യേശുദേവനൊക്കെ ശിഷ്യന്മാർ മുക്കുവന്മാരായിരുന്നു കുറച്ചു പേര്, അല്ലാണ്ട് ഭയങ്കര PG പഠിച്ചവരൊന്നും അല്ല. കൃഷ്ണന്റെ ഒക്കെ കൂടി ഉണ്ടായിരിക്കുന്നവർ രാധ ഗോപസ്ത്രീകളൊക്കെ പാലും മോരും വെണ്ണയും ഒക്കെ വിറ്റ് നടന്ന ആൾക്കാരായിരുന്നു, അല്ലാണ്ട് ഭയങ്കര ബുദ്ധിശാലികളൊന്നും ആയിരുന്നില്ല. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബുദ്ധിയിലും മനസ്സിലൊന്നും കൃഷ്ണനെ എടുക്കാൻ നോക്കല്ലേ. കൃഷ്ണനെ അറിയണമെങ്കിൽ, കൃഷ്ണന്റെ വിഭൂതികൾ അറിയണമെങ്കിൽ ഈ വിശ്വാസം, ഈ ഭക്തി, ഈ ഇഷ്ടം, ഈ പ്രേമം, ശ്ലോക വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, അതാണ് ക്വാളിറ്റി. അപ്പോഴൊക്കെയാണ് ഇനി വലുതിനെ അറിയാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് വെറുതെ മനസ്സിനെ കുറ്റം പറയരുത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. അവർ മൈൻഡ് ഈസ് എ സേയിങ്, our mind is really very poor. Don't blame your mind, it will run always behind its beloved. മനസ്സെപ്പോഴും പാവമാണ്, അതെപ്പോഴും അതിൻ്റെ പ്രിയതമന്റെ പുറകിൽ ഓടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ടേൺ യുവർ മൈൻഡ് ഓർ ടേൺ യുവർ ബിലവഡ് ആസ് ഭഗവാൻ. അതുകൊണ്ട് മനസ്സെപ്പോഴും അട്രാക്ഷൻ്റെയും പുതുമയുടെയും പുറകിലൊക്കെ പോവും. അതിന് കുറ്റം പറയണ്ട. അപ്പോഴും മനസ്സിന്റെ പ്രിയതമനും അട്രാക്ഷനും ഒക്കെ ആരാക്കി മാറ്റണം? ഭഗവാനാക്കി മാറ്റണം. അതാണ് ഇനി വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഗംഭീരമായിട്ടുള്ള കുറെ 10-22 ശ്ലോകങ്ങൾ ഇങ്ങോട്ട് പറയാൻ കേട്ടോ. ഞാൻ എന്താണ് എന്നുള്ളത് ആദ്യം കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് ആ കേട്ടതെല്ലാം ഒന്ന് കണ്ടാ കൊള്ളാൻ തോന്നുന്നത്. ഇപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ആ നക്ഷത്രങ്ങളിൽ എന്താണ് ആദിത്യാനം ആൻഡ് രുദ്രാണാം ശങ്കരശ്ചോസ്മി. there are so many രുദ്രാസ്, 11 രുദ്രാസ്. അതിൽ ശങ്കരൻ ഞാനാണ്, ആദിത്യന്മാരിൽ സൂര്യൻ ഞാനാണ്, നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ചന്ദ്രൻ ഞാനാണ്, മരങ്ങളുടെ കൂട്ടത്തിൽ അശ്വത്ഥം ഞാനാണ്, മൃഗങ്ങളുടെ കൂട്ടത്തിൽ സിംഹം ഞാനാണ്, കുറുക്കനെയും കോഴിയൊന്നും പറഞ്ഞില്ല. പിന്നെ ആരാ പറഞ്ഞത്? പക്ഷികളിൽ ഗരുഡൻ ഞാനാണ്, പർവ്വതങ്ങളിൽ സുമേരു ഞാനാണ്. ഭയങ്കരമായിട്ടുള്ള പ്രയോഗങ്ങളാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു മെഡിറ്റേഷൻ്റെ ഇടയിൽ 1-2 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് ഞാൻ എന്തായാലും ഒന്ന് വായിക്കാം. അപ്പം നിങ്ങളത് കേൾക്കണം. എവിടെയൊക്കെയാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. മനസ്സിലാവണം. സുപ്രീമായിട്ട് സർപ്പങ്ങളിൽ വാസുകി ഞാനാണ്, യക്ഷരാക്ഷസന്മാരിൽ കുബേരൻ ഞാനാണ്. എന്നുവെച്ചാൽ വേറെ ദൈത്യാസുരനൊന്നും ആക്കിയിട്ടില്ല. പിന്നെ ആരാക്കിയത്? കുബേരനെയാണ് ആക്കിയത്. ദൈത്യന്മാരിൽ പ്രഹ്ലാദൻ ഞാനാണ്. ഇവന്തോ ദൈത്യന്മാരിൽ വളരെ മോശപ്പെട്ട ആളുകളും ഭക്തനായിട്ട് പ്രഹ്ലാദനാണ് അദ്ദേഹം ചൂസ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിന്റെ കുതിരകളിൽ ഉച്ചൈസ്രവസ് ഞാനാണ്, ആനകളിൽ ഐരാവതം ഞാനാണ്. എന്നുവെച്ചാൽ ഇവർക്ക് ശ്രേഷ്ഠമാണ്. ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാണ്. ഗംഭീരാണ് ഇതൊക്കെ. And he says that ശബ്ദധ്വനികളിൽ ഓംകാരം ഞാനാണ്, അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ അകാരം ഞാനാണ്. ഒന്ന് ചുമ്മാ ഒന്ന് മനസ്സിൽ ആന്ന് പറഞ്ഞു നോക്കിയ മനസ്സിൽ
ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്നുള്ള അകാരം ഒരിക്കലും ആന്ന് പറഞ്ഞു നമുക്ക് മനസ്സിൽ നിർത്തു നിൽക്കൊന്നുമില്ല, പോയിക്കൊണ്ടേയിരിക്കും. അക്ഷരമാണത്, അകാരം ഞാനാണ്. അതാണ് അദ്ദേഹത്തെ അക്ഷരപുരുഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അക്ഷരമില്ലാത്ത, നാശമില്ലാത്ത. അതിന് ഈ വിഭൂതികൾ ഗംഭീരമായിട്ട് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാണ്, ഇങ്ങനെ 1 by 1 ആയിട്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, മനസ്സെപ്പോഴും ഈ അട്രാക്ഷന്റെയും ആകർഷണത്തിൻ്റെയും ഒക്കെ പുറകിലാണ്. അപ്പോൾ അതിന് കണ്ടിട്ടില്ല, നമ്മളൊരു വസ്ത്രം, ഒരു വാച്ച് കിട്ടി, മനോഹരമുള്ള ഒരു വേറെ വാച്ച് കണ്ടു കഴിഞ്ഞാൽ അത് വിട്ടിട്ട് ആ വാച്ച് എടുക്കും. നല്ല ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അതുമായിട്ട് ആ ഡ്രസ്സ് വാങ്ങും. ഈ ഡ്രസ്സ് നല്ലതായിരുന്നു ഒരു കാലം. അങ്ങനെ എത്ര നല്ല ഡ്രസ്സുകൾ നിങ്ങളുടെ അൽമാരയിലുണ്ട്. പക്ഷെ മനസ്സിന് ഇപ്പോഴും വേറെ ഫാഷൻ, മനസ്സിലാവുന്നുണ്ട്, വേറെ പുതുമ കണ്ട് അതിലേക്ക് പോകും. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങളിവിടെ എത്ര ബോറടിച്ചാലും ശരി, എത്ര ആസ്വദിച്ചാലും ശരി, മനസ്സ് മഹാവിഷ്ണുവിലേക്ക് തിരിയുന്നില്ല എങ്കിൽ ഇത് നിങ്ങളെ കളിക്കും. എല്ലാവരും മനേവ മനുഷ്യാനാം ബന്ധനമിഹ മോക്ഷ. കാരണം കൃഷ്ണ സേസ് മമമായ, എൻ്റെ മായ മറികടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അത് എൻ്റെ തന്നെയാണെന്ന് അറിയാം. അതിൽ പെടാതെ എന്തിലെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് സുപ്രീമായിട്ടുള്ള ഒന്നിലേക്ക് കൊണ്ടുവരിക മെല്ലെ മനസ്സിന് ക്ലിയർ ആവുന്നുണ്ട്. മെല്ലെ ഇതെല്ലാം ഭഗവാന്റെ തന്നെയാണെന്നുള്ള രീതിയിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ട്? എല്ലാം കാണുന്നതും കേൾക്കുന്നതും സലേ വിഷ്ണു ജലേ വിഷ്ണു സർവസ്ഥാവര ജംഗമ വിഷ്ണു, സിംപിളി വിഷ്ണു ലോകം. ഉദ്ധവർ ഇത് കേട്ടിട്ട് കൃഷ്ണൻ ദേഹം വിട്ടിട്ട് പോവാണ്. പോകുമ്പോൾ വിദുരരെ കണ്ടു. വിദുരർ കൃഷ്ണനെ കണ്ടു പറയുന്നത്, ദൂരെ നിന്ന് വരുമ്പോൾ നിന്നെ കാണാൻ കൃഷ്ണനെ പോലെ ഉണ്ട് കേട്ടോ. പറഞ്ഞു, കൃഷ്ണനും അത് തന്നെയാണ് പറഞ്ഞത്. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല നിന്നെ കാണാൻ കൃഷ്ണനെ പോലെ ഉണ്ട്. അപ്പോൾ ഉദ്ധവർ പറയാണ്, കൃഷ്ണൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതൊരു അതെന്താ പറഞ്ഞു? ഉദ്ധവരെ ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ, ഇവിടെ ഞാനേ ഉള്ളൂ, ഇല്ല. എന്താ പറഞ്ഞത്? ഞാനേ ഉള്ളൂ, പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണനെ പോലെ ഇരിക്കൂലേ? ശരിയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഞാനേ ഉള്ളൂ, പക്ഷെ നമുക്ക് മോഹൻലാലിനെ പോലെ ആയാൽ മതി. പിന്നെ എത്ര രസമായിട്ട് നമ്മൾ ഈ ഫാഷനും ട്രെൻഡും ഒക്കെ കൊണ്ടുപോകുന്നു നോക്കി. ആയിക്കോളൂ കേട്ടോ, ഇതൊക്കെ വെളിയിൽ ഇതെല്ലാം ആവാം, പക്ഷെ ഉള്ളിൽ നിങ്ങൾ എവിടെയെങ്കിലും ഭഗവാനിലേക്ക്, കാര്യം ഈ മൃത്യു എപ്പോൾ വേണമെങ്കിലും വരാം. അതാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ശിക്ഷകരിൽ വിഭൂതിയോഗം പറയുകയാണ്, മരണം ഞാനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്നെ ശിക്ഷിക്കുന്നതിൽ വേറെ ആരും നിന്നെ ശിക്ഷിക്കാൻ വേണ്ടി പോവുക. എപ്പോഴെങ്കിലും ഇതൊക്കെ കേൾക്കട്ടെ സാറേ, നാളെയും മറ്റന്നാളും അടുത്തതിനൊക്കെ ഉണ്ടല്ലോ, അടുത്ത മണ്ഡലകാലമൊക്കെ നന്നാവാം ഒക്കെ വിചാരിച്ചിരിക്കുന്നതാണെങ്കിൽ കൃഷ്ണൻ പറയാണ്, ഹലോ കമോൺ, ശിക്ഷകരിൽ മരണം ഞാനാണ്. 8:30 മണിയാവാനായ കുറേ നേരം സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ കേൾക്കാമല്ലേ, കൊള്ളാം അല്ലേ പരിപാടി? ശിക്ഷകരിൽ മരണം ഞാനാണ്. ഭയങ്കര രസമായിട്ട് അദ്ദേഹം പറയുകയാണ്. ഇതേപോലെ ഒക്കെ പറയുന്നുണ്ട്, കാലം ഞാനാണ് ഒക്കെ പറയുന്നത്, മറവിയിൽ കാലം ഞാനാണ് ഒക്കെ പറയുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് നമുക്കതൊക്കെ ഓരോന്നായിട്ട് കേൾക്കാം. പക്ഷെ അത് കേൾക്കുന്നതിലല്ല കാര്യം. കൃഷ്ണൻ പറയുന്നത് ഒടുവിൽ, ഇങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം? വിഭൂതികൾ എൻ്റെ പറഞ്ഞാൽ എണ്ണമറ്റാത്തതാണ്, ഒടുങ്ങാത്തതാണ്. ബട്ട് നീ ചോദിച്ചുകൊണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതൊക്കെ പറഞ്ഞു, ബട്ട് അത് തീരില്ല. പക്ഷെ എന്നാലും നീ ചോദിച്ചല്ലോ, നീ എൻ്റെ പ്രിയ ശിഷ്യൻ. അപ്പൊ ഈ പ്രിയ ശിഷ്യൻ ഭയങ്കര സംഭവമാണ്. അദ്ദേഹത്തിന് കേട്ടത് പോരാ, അതിനെന്ത് വേണം? കാണണം. ഞാൻ പറയുന്നത്, ഭഗവാനെ ഐ എം സോ ഹാപ്പി അങ്ങ് പറഞ്ഞു. സൈന്യാധിപനിൽ കാർത്തികേയൻ ഞാനാണ്, ഗന്ധർവന്മാർ ചിത്രരഥൻ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. 25 ശ്ലോകം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. സ്ത്രീകളുടെ യശസ്സും കീർത്തിയും, പുരുഷന്മാരിലെ വീര്യവും, ചതിയിൽ ചൂതാട്ടം, ഇതൊക്കെ ഞാനാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കേട്ടാൽ കൊള്ളാമെന്നുണ്ടല്ലോ, ഞാൻ വായിക്കാൻ വേണമെങ്കിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുള്ളൂ, ഉണ്ടെങ്കിൽ ചിലപ്പോൾ വായിച്ചൊന്നും വരില്ല. കാര്യം വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, ജോലിയും തിരക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഇരുന്നാൽ പോലും ഇതൊന്നും അറിയണമെന്നില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും കേട്ടാൽ ഇത് അനുഭവിക്കണമെന്നില്ല. അനുഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെ. കാരണം ഇതൊക്കെ കേട്ട ആള് ചുമ്മാതെ ഇരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങിങ്ങനെ പറഞ്ഞു, പക്ഷെ എനിക്കിതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു ഉൾപ്പുളകം, രോമാഞ്ചം, ഇഷ്ടം, പ്രിയമൊക്കെ എനിക്കിങ്ങനെ വർദ്ധിക്കുവാണ്. പ്രിയം വർദ്ധിക്കുവാണ് എനിക്ക് അങ്ങയുടെ മേലെ. അപ്പൊ ദയവേത് അങ്ങയുടെ ആ ഒരു രൂപം ഒന്ന് എനിക്ക്, വിശ്വം മുഴുവനുള്ള വിഭൂതി ഇങ്ങനെയാണെങ്കിൽ ആ വിശ്വം മുഴുവൻ ഈ വിഭൂതി നിറഞ്ഞു നിൽക്കുന്ന ആ പ്രസൻസ്, ആ രൂപം ഒന്ന് എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഭഗവാൻ. ഒന്നത് എനിക്ക് മുമ്പിൽ അത് പറഞ്ഞു തരണം. പറയുമ്പോൾ പറയാണ്, ദേവന്മാര് പോലും തക്കം പാർത്ത് നടക്കുവാണ് ഞാനത് എപ്പോഴാ ആ രൂപത്തിലേക്ക് വരുവാന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് കാണാനും കേൾക്കാനും ഒക്കെ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വ്രതവും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതിനാണ് കേട്ടാ. എവറിത്തിങ്, തപസ്സും ത്യാഗവും
അനുഷ്ഠിക്കുന്നത് എല്ലാം അതിനാണ്. ഇതുവരെ അതൊരാൾ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ല. ബട്ട് നീ ഇങ്ങനെ ചോദിക്കുവാണല്ലോ, ഇനിയാണ് കേൾക്കുന്നത്. എങ്ങനെയാണ് ചോദിക്കുന്നത്? എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ, ഞാനതിന് പ്രാപ്തനാണെങ്കിൽ, ഞാനിതാ ശരണാഗതനാവുകയാണ്, ഞാൻ അങ്ങോട്ട് യാചിക്കുവാണ്, അപേക്ഷിക്കുവാണ്, എനിക്കത് കാണിച്ചു തരണം. അതുകൊണ്ട് യാചിക്കുക കേട്ട, എന്നോടല്ല ഭഗവാനോട്. ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ആ വിശ്വമഹാരൂപ ദർശനം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അല്ലെ മഹാവിഷ്ണുവിന്റെ കാണാൻ വേണ്ടി ഉള്ള ഒരു മനസ്സിലാവുന്നുണ്ട്. ആ റിക്വസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോഴാണ് അദ്ദേഹം ആ വിശ്വരൂപ മഹാദർശനം. ഇതെല്ലാം യോഗമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ആ ഉള്ളിൽ സമാധാനം. ശരിയല്ല, ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുകയാണ്. ഇതൊരു യോഗമാണ്. എന്ന് വെച്ചാൽ മനസ്സ് എവിടെയും പോകുന്നില്ല. ശരിയല്ലേ? ഇവിടെ തന്നെ ഇരിക്കുവാണ്. ഒരു മണിക്കൂർ എന്ന് പറയുമ്പോഴാണ് നോക്കിയത്. ഇവൻ ഞാൻ പറയാനും ചെയ്യാനും വിചാരിച്ചുകൊണ്ടല്ല ഞാനിവിടെ ചെയ്തതും പറഞ്ഞതല്ല. അപ്പോൾ ഇവിടെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയോട് നമ്മൾ ചേരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് വിളിക്കുന്നവരാണ് യോഗം. മനസ്സിലാവുന്നുണ്ട്? അതാണ് വിഭൂതി യോഗം. ദെൻ കംസ് വിശ്വരൂപ ദർശന യോഗം. ഇങ്ങനെ ഈ സ്വന്തം ശിഷ്യൻ കാലിന് വീണിട്ട് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ എത്തിച്ചിട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തതിന് പ്രകാരം അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന ആ മഹാവിശ്വരൂപ ദർശന യോഗം, അത് കണ്ട, അത് കേട്ട, അതറിഞ്ഞ, അതിനുള്ള ഒരു ഈ ഭാഗത്തൊന്ന് വന്നിട്ട് ഈ ശബ്ദം ആരുടെയൊക്കെ ചെവിയിൽ എത്തിയാൽ പോലും പുണ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ് നോ? അത് കേട്ടില്ലേ നഷ്ടം. നിങ്ങൾ ഇന്ന് വന്നിട്ടില്ലേ കുഴപ്പമില്ലായിരുന്നു കേട്ടാ. ഞാൻ സുരേഷ് വർമാജി ഒന്നും പറയാനത് എന്താ മഴയാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്, ഇലക്ഷനാണ്, അതൊക്കെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് പോലുമില്ല. ബട്ട് മുന്നേ ഞാൻ അങ്ങനെയല്ല, ഞാൻ പറയും ആൾക്കാർ, ഞാൻ എൻ്റെ പ്രോഗ്രാമെല്ലാം വളരെ കൺസേൺ ആണ്. ആൾക്കാർ വേണം ഒരാളെങ്കിലും കേട്ടാൽ മാറുക. അതുകൊണ്ട് ഇന്ന് വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ ശരിക്കും വരേണ്ട ദിവസം മറ്റന്നാളാണ്. ഓഫ്കോഴ്സ് നാളെ സ്വാമിജിയെ കാണാൻ വരണം. നാളെയാണ് നമ്മുടെ ഈ അധ്യായത്തിൻ്റെ പ്രാരംഭം. വിശ്വരൂപ മഹാദർശന യോഗം. അത് കണ്ടു കേട്ട അർജുനൻ അവിടെ വീഴുവാൻ. മനസ്സിലാവുന്നുണ്ടോ? അത് കണ്ടു കേട്ട ആൾ അറിയുവാൻ എന്താണ് ബ്രഹ്മം. കേട്ട ശ്രീമദ് ഭഗവത്ഗീത മുഴുവൻ ശ്രീകൃഷ്ണൻ എക്സ്പീരിയൻസ് ചെയ്യുവാൻ. നിങ്ങൾ അവിടെ ഇവിടെയും കേട്ട പോലെ തന്നെ ആയിരിക്കില്ല ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ വ്യാഖ്യാനം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ദിവസം കൊള്ളാമോ നിങ്ങൾ? യെസ് നോ? കയ്യൊക്കെ അടിക്കാൻ ഞാൻ പോവാണ്. അതുകൊണ്ട് മറ്റന്നാൾ ഉറപ്പായിട്ടും വരണം. നിങ്ങളത് അറിയണം, നിങ്ങളത് കേൾക്കണം, നിങ്ങളത് പങ്കുവെക്കണം. എന്ത് തിരക്കോ മഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ച് കസേരയൊക്കെ നിറക്കുന്ന രീതിയിൽ ഒരു 10 പേരോടൊക്കെ പറഞ്ഞിട്ട് ഈ സദസ്സ് ഒരു ഗംഭീര സദസ്സാക്കി നിങ്ങൾ മാറ്റണം. യെസ് നോ? ഉറപ്പല്ലേ? ചേച്ചിയൊക്കെ ആവേശം കൊണ്ട് കൈയടിച്ചു പോയി. എനിക്ക് സംശയങ്ങളുടെ കയ്യിൽ വാളങ്ങാരുണ്ടെങ്കിൽ യുദ്ധം ചെയ്താണ്. നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അർജുനന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ സമയത്ത്. ശരിയല്ലേ? ഭഗവാന്റെ വിശ്വരൂപം ഇങ്ങനെ കാണുവാണ് തൊട്ട് മുമ്പിൽ. ഒന്ന് സങ്കല്പിക്കണം. നമ്മൾ തന്നെ ഒരു ദീപാരാധനയ്ക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശംഖചക്ര ഗതാവസ്ഥനായിട്ട് പത്മധാരിയായിട്ട് ആ മഹാവിഷ്ണുവിനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ യോഗനിദ്രയിൽ കാണുമ്പോഴും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എന്താണ് ആ പാട്ടും. ഞാനിപ്പോൾ പോയിരുന്നു അവിടെ ചെമ്പൈ ഇത് നടക്കുമ്പോഴും അവിടെ മലപ്പുറം കോസായിരുന്നു ശങ്കരൻകുളം. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഒന്ന് ആ ഏകാദശി തൊഴാൻ, ആ നട തുറക്കുമ്പോൾ ആ ദിവ്യരൂപം ഒന്ന് കാണാനൊക്കെ നിൽക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും ഈ തിരുപ്പതിയിൽ അവിടെയൊക്കെ ഇങ്ങനെ ക്യൂ നിന്ന് തുറക്കുമ്പോൾ കാണുന്ന ഒരു സായുജ്യമായിരിക്കും നിങ്ങൾക്ക് മറ്റന്നാൾ ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോയത്. വരുമ്പാക്കല്ല കേട്ടാ. നിങ്ങൾ പറയും മാഷ നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുഭവിച്ചിരിക്കും. ഞാൻ ഗുരുദേവ് ശ്രീ രവിശങ്കർ അടുത്തായിരുന്നു. ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരുവാണ്. അങ്ങനെ പോവാണ് ഒരു സദസ്സിൽ സംസാരിക്കുന്നത്. അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിസ്സാക്കരുത്. ഇത് മാത്രമല്ല, അപ്കമിങ് ഓൾ ദ സെഷൻസ് നിങ്ങൾ വരണം, കേൾക്കണം. നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഇമോഷൻസും ഒക്കെ കുറെ കൂടി നിങ്ങളുടെ നെർവസ് സിസ്റ്റംസ് നീരിൽ അയനം ചെയ്യുന്നവനാണ് നാരായണൻ. നെർവ് എന്നുള്ള വാക്കെല്ലാം നാരായണൻ എന്ന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഹൈലി എക്സ്പാൻഡഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റത്തിന് ഉടമയാണ് മനുഷ്യൻ, നരൻ. ഈ നരന് മാത്രമേ നാരായണനെ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. അതാണ് 2 മഹാമന്ത്രങ്ങൾ, മൂലമന്ത്രങ്ങളാണ്. ഒന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ. എൻ്റെ സെക്കൻഡ് വൺ ഇസ് ഓം നമോ നാരായണായ. സത്യം പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ എത്ര നാരായണന്മാർ ഇരിക്കണമെന്നറിയും. എത്ര നാരായണന്മാർ ഇനി കസേരയിൽ വരാൻ കാത്തിരിക്കണമെന്നറിയും. ചിലപ്പോൾ ആ ഒരു സത്സംഗമായിരിക്കും അവരുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാകും. എൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് വന്നിരിക്കുന്ന സാകാരനായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഞാൻ പ്രണാമം ചെയ്യുവാണെന്നാണ്. ഇത് കണ്ടിട്ട്, ഈ വിശ്വരൂപം കണ്ടിട്ട് അർജുനന് മതിയാവാനിട്ട്
നമ്മൾ സാധാരണ ഒരു ദിശയിൽ നിന്നൊക്കെയാണ് നമസ്കരിക്കുള്ളൂ അല്ലേ. ഇദ്ദേഹം എഴുന്നേറ്റിട്ട് 4 ദിശയിലും പോയിട്ട് ഇങ്ങനെ നമസ്കരിക്കണം. കാര്യം ഇത് കണ്ണിന് കുളിർമയും സൗഭാഗ്യവുമല്ലേ ഈ ഒരു മഹാദിവ്യരൂപം വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ. കൃഷ്ണൻ പറയാണ്, ഇത് അറിയണമെങ്കിൽ, ഇത് കേൾക്കണമെങ്കിൽ നിനക്കൊരു സ്പെഷ്യൽ ആയി വേണം. സാധാരണ വന്നിരുന്നിട്ട് ഇങ്ങനെ കണ്ടാലും കേട്ടാലും അത് മനസ്സിലാവില്ല എന്ന്. അതിന് ഞാൻ നിനക്കൊരു ദിവ്യ ചക്ഷുസ് തരാൻ വേണ്ടി പോവാണ്. ആ ദിവ്യ ചക്ഷുസിലൂടെ, അല്ലെ പിന്നെ കുറിച്ചെത്തുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ മൊത്തം കണ്ടുള്ളൂ കൃഷ്ണനെ, ഒറ്റൊരാളെ കണ്ടുള്ളൂ. ആലോചിച്ച് നോക്കിയ ഒറ്റൊരാള് കാണുവാൻ കൃഷ്ണനെ. ആ ദിവ്യ ചക്ഷുസാണ് നിനക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് 10 ആളൊക്കെ കണ്ടെന്നാലേ കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ആളെയൊക്കെ കൊണ്ടുവരണം. അപ്പൊ ആ ദിവ്യ ചക്ഷുസായിട്ട് നിങ്ങൾ വരും കേട്ടാ. കുറച്ച് സേവ ചെയ്യും. ഭഗവാൻ സേസ്, എന്നിൽ ഇഷ്ടവും പ്രിയവും ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ചുമ്മാ ഇരിക്കില്ല, പിന്നെ വെറുതെ ഇരിക്കില്ല. ഇങ്ങനെ പോകുന്നൊരു സങ്കല്പമൊക്കെ വെക്കണം. ഇതൊരു മഹാസത്സംഗമാണ്. കാർത്തിക ദേവിയുടെ പിറന്നാൾ, വ്യാഴം അല്ലേ, പൗർണമി, ഗുരുവാർ, മഹാവിഷ്ണുവിന്റെ ദിവസം. ശരിക്കും ഒരു ഫീസ്റ്റ് ആവുന്ന ഒരു ഡേ ആണ്. ഒരു നോളേജ് ഉണ്ട്. നമുക്കൊരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം. വേഗം പോവാം. ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കാമല്ലോ അല്ലേ. കണ്ണുകൾ അടച്ചു വെക്കാം. ഐസ് ക്ലോസ്. നട്ടലൊക്കെ നിവർത്തി, മുഖമൊക്കെ നേരെ വെക്കാം. വേഗം പോവാം. കണ്ണുകൾ അടച്ചു വെക്കാം. കീപ് എ ബിഗ് സ്മൈൽ. മുഖത്ത് വലിയൊരു പുഞ്ചിരി. മഹാവിഷ്ണുവിന്റെ മുമ്പിൽ കണ്ടാൽ എങ്ങനെ ചിരിക്കുമോ, ശംഖചക്ര ഗദാഹസ്തനും പത്മധാരിയായിട്ടുള്ള മഹാവിഷ്ണു മുന്നിൽ വന്നാൽ എങ്ങനെ ചിരിക്കുമോ, ആ ഭാവത്തിൽ ഒരു ചിരി ഉണ്ടാവട്ടെ. കണ്ണുകൾ അറിഞ്ഞിരിക്കട്ടെ. ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കും. മെല്ലെ പുറത്തേക്ക്. മനസ്സും ഹൃദയവും ആത്മാവും നിറഞ്ഞ ജ്ഞാനം കേട്ടിട്ടുള്ള സന്തോഷവും തൃപ്തിയും അറിയും. മനസ്സ് ഈശ്വരനിലേക്ക് അടുക്കുമ്പോൾ മാത്രമാണ് ശാന്തിയും തൃപ്തിയും സുഖവും. നമ്മൾ അന്വേഷിക്കുന്ന ആഗ്രഹിക്കുന്ന വസ്തുവിലല്ല, നാരായണനിലാണെല്ലാം. കണ്ണടച്ച് തന്നെ അത് വെളിയിലല്ല എന്നറിയണം. അന്തർയാമിയാണ്, അധോക്ഷജനാണ്. അതുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നതും കാണുന്നതും ശ്വാസം എടുക്കാൻ വേണ്ടി പറ്റുന്നതും. സോ ഇറ്റ്സ് കോൾഡ് പ്രാണസ്യ പ്രാണ. പ്രാണന്റെ പ്രാണനാണ്, കണ്ണിന്റെ കണ്ണാണ്, മനസ്സിന്റെ മനസ്സാണ്. ഇടി പൊട്ടുന്നത്, മഴ പെയ്യുന്നത്, കാറ്റടിക്കുന്നത്, ഒരില പോലും ഇവിടെ വീഴുന്നത്, ഒരു പക്ഷി ചിലക്കുന്നെങ്കിൽ എവറിത്തിങ് ബിക്കോസ് ഓഫ് നാരായൺ. ഇവിടെ നാരായണനേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നാരായണ തത്വത്തോട് കണ്ണടച്ച് ഇന്ദ്രിയോട് എല്ലാം വിട്ട് പൂർണ്ണ ശരണാഗതനായി. എങ്ങനെ അർജുനൻ കൃഷ്ണന്റെ മുമ്പിൽ പൂർണ്ണമായും ശരണാഗതനായ ആ ഭാവത്തിൽ വിശ്രമിക്കും. വിത്ത് എ ബിഗ് സ്മൈൽ. ശരണാഗത ദീനദയാലുവാണ് ഭഗവാൻ. അവിടെ ഒന്നും ഏറ്റുപറയേണ്ടത് ഒന്നും ആവശ്യമില്ല. ആശ്രിത വത്സലനാണ് അദ്ദേഹം. ഭാവത്തിൽ ഉണ്ടായാൽ മാത്രമേ. Big smile and relax more and more. കൂടുതൽ ആഴത്തിൽ വിശ്രമിക്കും. Few seconds of deep rest. പരിശ്രമങ്ങളെല്ലാം വിട്ടുള്ള പൂർണ്ണ വിശ്രമം. ലൈക്ക് ഒരു പിഞ്ച് കുഞ്ഞ് എങ്ങനെയാണോ അമ്മയുടെ മടിത്തട്ടിൽ, സിമിലർലി ജസ്റ്റ് റിലാക്സ് ആൻഡ് റിപ്പോസ് ഇൻ ദ ലാപ്പ് ഓഫ് ഭഗവാൻ. ഈശ്വരന്റെ മടിത്തട്ടിൽ ഒരു പിഞ്ചു കുഞ്ഞ് ഒരിക്കലും അന്വേഷിക്കില്ല അമ്മയുടെ വീടും ഐഡന്റിറ്റി കാർഡും ഈവൻ പേര് പോലും.
baby will always feel that safety, security. Similarly, ഈശ്വരൻ്റെ സ്നേഹവും സ്വാന്തനവും ശാന്തിയും അറിയും. അമൃതസ്യ പുത്ര. We all are the sons and daughters of the immortality. അനന്തതയുടെ നാരായണന്റെ മക്കളാണ് നമ്മൾ. ഒരിക്കലും അകലെയല്ല, നമ്മളെ വിളി കേൾക്കാണ്ടിരുന്നിട്ടില്ല. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധേത്. കോടിക്കണക്കിന് ആൾക്കാരുള്ളതിൽ നമുക്ക് രുചിയുണ്ടായി. വന്നു, ഇരുന്നു, കേൾക്കുന്നു, അറിയുന്നു, ഭാഗാവുന്നു. You are so lucky and chosen ones of Bhagavan. ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മൾ. മഹാവിഷ്ണുവിന് അവിശ്വാസത്തോടെ വിശ്രമിക്കും. വിശ്വാസ് കെ സാത്ത് വിശ്രാം ഹി സമർപ്പൺ ഹേ. സമർപ്പണം ഒരിക്കലും ഒരു ആക്ഷൻ അല്ല, വിശ്വാസത്തോടെയുള്ള വിശ്രമമാണ് സമർപ്പണം. അങ്ങനെ ഇരിക്കും കുറച്ചു നേരം. With a big smile, കുറച്ചു നേരമെങ്കിലും കണ്ണടച്ച് വിശ്രമിക്കും. ബ്രീതിങ്, ശ്വാസം എടുക്കാം, പുറത്തുവിടാം. ഇന്നത്തെ വളരെ ഔസ്പീഷ്യസ് ഡേ. ആസ് ഐ സെഡ്, കാർത്തിക ദേവിയുടെ പിറന്നാൾ, പൗർണമി, ചന്ദ്രൻ്റെ ശീതളിമ അറിയണം, മഹാവിഷ്ണുവിൻ്റെ ഡേ. സോ എല്ലാം ഈ സത്സംഗിൽ വിട്ട് നല്ലൊരു സങ്കല്പം വെക്കുള്ളൂ. അത് ആധ്യാത്മികമോ ഭൗതികമോ ആവട്ടെ, നടക്കാനുള്ള എന്തെങ്കിലും ആഗ്രഹമാവട്ടെ, പൂർണ്ണമായും അതാ പാദങ്ങളിൽ പത്മപാദ പങ്കജം. പങ്കം മീൻസ് ചളി, ജായതേ, അതിൽ നിന്നുണ്ടായതാണ് പങ്കജം. അതുപോലെ ആ പത്മപാദങ്ങളിൽ ഒരു പങ്കജം പോലെ നമ്മൾ എന്തോ ആവട്ടെ വിട്ടു. ഗുരുദേവ്, Krishna and you be free. Once again, you just feel the presence of Mahavishnu, Shankachakra, Gadahastam, Padmadhari ആയിട്ടുള്ള ആ സ്വരൂപം ഉള്ളിൽ നിറയട്ടെ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിബിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം ശാന്തി ശാന്തി ശാന്തി. അദ്ദേഹം അത്രയും സംപ്രീതനായിട്ടുണ്ടാവണം നമ്മൾ. അദ്ദേഹത്തെ അറിയാൻ ഇത്രയും കൂട്ടം ആൾക്കാർ വന്ന് സമർപ്പണം, ശരണാഗതി. ഞാനും നമ്മുടെ അനുഭവമായി ഈ ജന്മത്തിൽ തന്നെ മുക്തി ഉണ്ടാവട്ടെ. എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും നിവാരണം ആവാൻ ഈ സത്സംഗം നമ്മളെ സഹായിക്കട്ടെ. ഈ മണ്ഡലകാലം എല്ലാ സായാഹ്നങ്ങളിലും വരണം. നാളെ സ്വാമിജിയുടെ സത്സംഗിൽ വന്നു മറ്റന്നാൾ നമ്മൾ ആ ഭഗവാനെ കൂടുതൽ അറിയാൻ പ്രാപ്തമാവും. വിശ്വരൂപ മഹാദർശനം. നല്ല സങ്കല്പം വെക്കണം. ധാരാളം പേരോടും പറഞ്ഞ് ഈ സദസ്സ് നടക്കണം നമ്മൾ. അതായിരിക്കട്ടെ മഹാവിഷ്ണുവിനുള്ള കൃഷ്ണാർപ്പണമസ്തു. ഗുരുദക്ഷിണ. കണ്ണടച്ച് തന്നെ ദീർഘശ്വാസം മെല്ലെ പുറത്തേക്ക് വിടും.
പ്രതിജ്ഞയോടെ മെല്ലെ മനസ്സ് ഉറപ്പിച്ച് കണ്ണുകൾ തുറക്കാം. Was it good? Yes, no? Around 15 minutes നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു. ഇത്ര നേരം ഇരിക്കുന്നു. 6 മണിക്കൊക്കെ വന്ന് 8:40 ആയി. കൊള്ളാമല്ലേ? എന്തായാലും രസം, ഇൻട്രസ്റ്റിംഗ്. ബോറടിച്ചില്ലല്ലോ? ബോറടിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷെ അടിക്കട്ടെ, മനസ്സ് കുറച്ച് പ്രതിജ്ഞയൊക്കെ വെക്കും നിങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. കൃഷ്ണൻ ആയുധമെടുക്കില്ല എന്നുള്ളൊരു പ്രോമിസ് നൽകിയിട്ടുണ്ടായിരുന്നു യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ. ഭീഷ്മർ ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് ഭയങ്കര മാരക ഫൈറ്റ് നടക്കുമായിരുന്നു. അർജുനൻ്റെ കിരീടം പോവുകയാണ്, മുറിവേൽക്കുവാണ്, പോർച്ചത്ത വീഴുവാണ്. പക്ഷെ കൊല്ലുന്നില്ല. മനസ്സിലാണോ? ദുര്യോധനക്ക് പിടികിട്ടി ഇത് പിതാമകൻ അല്ലേ, പേരമക്കളോടുള്ള ഒരു വാത്സല്യം പോലെ കാണിക്കുവാണല്ലോ. ദുര്യോധനന്റെ ആള് ഏതാ ചീത്ത. മിണ്ടാതിരുന്ന് കേട്ടു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, കൊന്നില്ലല്ലോ. കൊല്ലാമായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ യുദ്ധം തീരുമായിരുന്നു. പിറ്റേന്ന് ഇദ്ദേഹം ഇറങ്ങി. യുദ്ധം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, നാളെ നമുക്ക് നോക്കാം. ഒരുപാട് നഷ്ടമുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ കൗരവർക്ക്. അങ്ങനെ ഇറങ്ങുവാണ്. സെക്കൻഡ് ഡേ ഇറങ്ങിയിട്ട് ഇദ്ദേഹം ഈ നിമിഷം യുദ്ധം തീർക്കുന്നൊരു നേരത്തിലെത്തിയപ്പോൾ നേരെ തിരിച്ചായി പോയി അർജുനൻ അങ്ങോട്ട് ചെയ്യുന്നില്ല. പിതാമഹനല്ലേ ഞാനിങ്ങനെ ചെയ്യുന്നുള്ള ധാരണയിൽ. ആ സമയത്താണ് കൃഷ്ണൻ നമ്മുടെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നത്. വണ്ടി മറ്റേ മോഹൻലാൽ ഇറങ്ങിയ പോലെ ഒന്നും വിചാരിക്കരുത്, രഥത്തിൽ നിന്നാണ്. അത് ഇറങ്ങിയിട്ട് അപ്പുറം ഒരു ചക്രമുണ്ട്, രഥത്തിന്റെ താഴെ വീണൊരു ചക്രം രഥത്തിന്റെ എടുത്തിട്ട് ഇങ്ങനെ എറിയാൻ വേണ്ടി പോവാണ്. ആ ഏറിൽ ഭീഷ്മർ വീണേനെ ഒപ്പം അർജുനൻ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ രഥം എടുത്തിട്ട് ഇങ്ങനെ എറിയാൻ വേണ്ടി പോകുന്ന കൃഷ്ണൻ. അവിടെ മാത്രമേ എടുത്തിട്ടുള്ളത്. അർജുനൻ പോയിട്ട് പറയാണ്, മാധവായി ചെയ്യരുത്, കാര്യം അങ്ങയുടെ പ്രതിജ്ഞയാണ്, പ്രതിജ്ഞ തെറ്റും. കൃഷ്ണൻ ചെയ്ത പ്രതിജ്ഞ? യുദ്ധത്തിന് വരാം, പക്ഷെ ആയുധം എടുക്കില്ല എന്നൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. ശരി, അപ്പൊ ഇത് ചെയ്യരുത്. കൃഷ്ണൻ പറയുന്നൊരു വാക്കുണ്ട്, ഇത് കേട്ടിട്ട് വേണം നിങ്ങൾ പോവാൻ. ഈ സങ്കല്പം, പ്രതിജ്ഞ, കൃഷ്ണൻ കൊടുക്കുന്ന വാക്ക്, സമർപ്പണം, പുഷ്പാഞ്ജലിക്കൊക്കെ ഉള്ള അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണ്ടേ അറ്റ്ലീസ്റ്റ്. യെസ് നോ? പുഷ്പാഞ്ജലി എന്നൊക്കെ പറഞ്ഞപ്പോൾ അറിയുന്ന മാഷെ കുറെ കഴിച്ചതാണ് നമ്മൾ. ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒക്കെ ഓഫ്കോഴ്സ് അതൊക്കെ ചെയ്യണം. കൃഷ്ണൻ പറയാണ്, പ്രതിജ്ഞ ലംഘിക്കുന്നത് കൊണ്ട് എനിക്കൊരു നഷ്ടം ഉണ്ടാവാനും പോകുന്നില്ല, പ്രതിജ്ഞ നിറവേറ്റി കഴിഞ്ഞാൽ എനിക്കൊരു ലാഭം ഉണ്ടാവാനും പോകുന്നില്ല. പക്ഷെ ഇത് ഞാൻ ലംഘിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ഒന്നിൽ പ്രതിജ്ഞാബദ്ധനാണ്. അർജുനൻ അതെന്തില്ല? എൻ്റെ ഭക്തന്റെ പ്രതിജ്ഞ നിറവേറണം. ഭക്തന്റെ പ്രതിജ്ഞ എന്തായിരുന്നു? ഈ യുദ്ധം ഞാൻ ഇറങ്ങും, അടിക്കും, അവരെ തോൽപ്പിക്കും, രാജ്യം നമ്മൾ പിടിച്ചെടുക്കും, കൗരവരെ നിലംപരിച്ച്. അത് നിന്റെ പ്രതിജ്ഞയായിരുന്നു. നീ എന്നിൽ ശരണാഗതനാണ്, നീ എൻ്റെ ഭക്തനാണ്. അതുകൊണ്ട് ഭഗവാനായിട്ടുള്ള എൻ്റെ വാക്കെന്താണ്? എൻ്റെ കൺസേൺ എന്തിലാണ്? നിന്റെ പ്രതിജ്ഞ നിറവേറണമെന്നുള്ളതാണ്. അതിനുവേണ്ടി എൻ്റെ പ്രതിജ്ഞ തെറ്റിയാലും കുഴപ്പമില്ല. ആണല്ല, എന്നാപ്പോ ഞാൻ യുദ്ധം ചെയ്തോളാം, നിങ്ങൾ വന്നിരിക്കുന്നത്. ക്ലിയർ ആവുന്നില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഈ വിശ്വാസം, ഭക്തി, ഉറപ്പ് നിങ്ങൾ ഭഗവാനിൽ വെച്ചിട്ട് പോകണം കേട്ടോ. നിങ്ങളുടെ പ്രതിജ്ഞയിൽ പ്രതിജ്ഞാബദ്ധനാണ്. നമുക്കില്ലാത്തത്രയും വിശ്വാസം നിങ്ങളുടെ മേലെ ആർക്കുണ്ട്? നമുക്ക് നല്ലതുപോലെ നമ്മുടെ കുട്ടികളുടെ മേലെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അമ്മ ഞാൻ കൊണ്ടുവരാം, ഞാൻ ചെയ്യാം. നമുക്കറിയാം അവന് പറ്റൂല, എന്നാൽ അങ്ങ് പോകുന്നൊക്കെ പറയും. ശരിയല്ലേ? സിമിലർലി ജഗത്പതിയല്ലേ, നമ്മുടെ മേലൊരു വിശ്വാസം ഉണ്ടെന്ന്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഭഗവാൻ പറയാറുണ്ട്, നീ ഒരു സ്റ്റെപ്പ് വെക്ക്, ബാക്കി 9 എൻ്റെ സ്റ്റെപ്പാണെന്ന് പറയും. അർജുനൻ ചോദിക്കും, അഥവാ ഞാൻ വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുക ആ ഒരു സ്റ്റെപ്പിന്, അല്ലാണ്ട് നിന്നെ കൊണ്ട് ഞാൻ എടുത്ത് വെപ്പിക്കൂല. അതുകൊണ്ട് പോയിട്ട് ചെയ്യ്. ബാക്കിയെല്ലാം കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ യുദ്ധമാണ്, അല്ലാണ്ട് ആരുടെ യുദ്ധമല്ല. കമോൺ, നിന്റെയും കൗരവരുടെയും പാണ്ഡവരുടെ യുദ്ധമല്ല, എൻ്റെ പ്രകടനം കാണാൻ വേണ്ടി പോവാണ്. എനിക്ക് കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ യുദ്ധമാണ്. കലക്കം കഥയുണ്ട് കേട്ടോ. കഥ പറഞ്ഞാൽ സമയം പോകും. തൽക്കാലം ഇത്രയൊക്കെ മതി. ഒരു ബാർബറിക്കിന്റെ ഒരു രസമായിട്ടുള്ള സ്റ്റോറി ഉണ്ട്. കുരുക്ഷേത്ര യുദ്ധം കംപ്ലീറ്റ് കണ്ട ഒരാളുണ്ട്, ബാർബറിക്ക്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു രസം, നമുക്ക് മറ്റന്നാൾ പറയും. എല്ലാ കഥയും കേട്ടിട്ടിപ്പോൾ ഇതൊക്കെ മതി നിങ്ങൾ ഇത്രയും കൊണ്ടുവരാനും ചെയ്യാനൊക്കെ. വളരെ സന്തോഷം. ഈ പൗർണമി ഡേ നിങ്ങളൊക്കെ മുമ്പിൽ ഈ വിഭൂതി യോഗം നമ്മൾ തുടങ്ങി, വിശ്വരൂപത്തിലേക്ക് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റന്നാൾ ഉറപ്പായിട്ട് 7 മണിക്ക് നമ്മൾ വരണം. കുറേ പേര് പങ്കെടുപ്പിക്കണം. നാളെ സ്വാമിജി വരുവാണ്. രസാക്കണം. എന്ത് മഴ കാര്യങ്ങളൊന്നും പറയരുത്, കൂട്ടി വരുന്ന ആൾക്കാർ. ഒരു കാര്യം ഉറപ്പ് വരാം, അവർ ഒരിക്കലും നീ എന്നെ ഇത് കേൾക്കാനാണ് കൊണ്ടുവന്നതെന്ന് പറയില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു സത്സംഗിൽ പോലും പറഞ്ഞിട്ടില്ല. അത് ഞാനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് ഇറങ്ങിയതാണ് ഈ പണി. പണിയെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ ജോലി വിട്ട് വന്ന ഒരാളാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, 20 കൊല്ലം മുമ്പ്.
ജോലി വിടുമ്പോഴൊരു വാക്കാണ്, അഥവാ ഇത് നടന്നിട്ടില്ലെങ്കിൽ ഗുരുജി ഞാൻ തിരിച്ചു പോകും. ഒരു ക്ലാസ് പോലും നടക്കേണ്ടതായിട്ടില്ല കേട്ടോ. അത് ഇവിടുന്ന് ഇവിടെ പോയ യാത്രയിൽ, ഇവിടെ പോയി ആരോഗ്യമൊക്കെ കണ്ട് എന്തൊക്കെ കോഴ്സായാലും എനിക്ക് അതൊക്കെ നമുക്ക് പറയാൻ, ഞാനിത് ചൊല്ലിയിട്ട് ഒരു ശ്ലോകം പോലും വായിച്ചില്ല അല്ലേ. നമുക്കതൊക്കെ വ്യാഴമല്ല എപ്പോഴാണ്, ശനി സാർ പറയണം, 2 വാക്ക് പറയണം. ഇപ്പം എന്തായാലും വലിയ